41 കഴിയുന്നോടെ അവൻ പോവുങ്ങളെ മലയ്ക്ക്. അവൻ മാത്രമല്ല, അവനോടൊപ്പം മാർക്കോയും സാഗറും ലോപ്പസും ഉണ്ട്. ആ ലോപ്പസിനെ നമുക്കങ്ങ് വിട്ടേക്കാം. ബാക്കി 3 പേരും ഇനി നമ്മുടെ ശല്യത്തിനുണ്ടാവരുത്. എടാ, കണ്ണനെയും മഹാലക്ഷ്മിയും നിയന്ത്രിക്കുന്നത് ഇപ്പോ അയ്യപ്പസ്വാമിയാ. അതുകൊണ്ട് എത്രത്തോളം നമ്മൾ വിജയിക്കുമെന്ന് പറയാൻ പറ്റില്ല. മാർക്കോയെ പോലെ കരുത്തരായ 3 പേരാ അവന്മാർക്കൊപ്പം മല കയറുന്നത്. അങ്കിൾ അന്ന് വെച്ചവന്മാരെ പോലെ കൃത്യം നടത്താതെ പൈസ വാങ്ങുന്നവരല്ല ജാക്സണും കൂട്ടരും. നമ്മൾ പലപ്പോഴും ഇതുപോലെ അമിത ആത്മവിശ്വാസത്തോടെ നല്ല നല്ല വാർത്തകൾ കേൾക്കാൻ വേണ്ടി കാത്തിരുന്നിട്ടുള്ളവരാ. എന്നിട്ട് അതിൻ്റെയൊക്കെ അവസാനം പ്രതീക്ഷ നശിച്ച് ഒരുപാട് കരഞ്ഞിട്ടുമുണ്ട്, ഒരുപാട് നിരാശരായിട്ടുമുണ്ട്. പിന്നെ നിന്നോടൊരു അയ്യപ്പസ്വാമി ക്ഷേത്രത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ലായിരുന്നു? അവിടെ പോയി ഞാനും അമ്മയും കൂടെ കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും സർവനാശത്തിന് വേണ്ടിയിട്ട് വേണ്ട പൂജയും വഴിപാടും ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് ഫലം കണ്ട നമ്മൾ രക്ഷപ്പെടും. നന്നായിട്ട് പ്രാർത്ഥിച്ചു ഞങ്ങളെ. അവന്റെ കാലിന് നേരിയ ചലനശേഷിയൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ടാ ഇത്ര ധൈര്യത്തോടെ അവൻ മല ചവിട്ടാൻ തീരുമാനിച്ചത്. എല്ലാവരും കൂടി നമ്മളെ പറ്റിക്കാങ്ങളെ. ഒരു സമയത്ത് ചികിത്സ മടുത്തവനാണ് കണ്ണൻ. അതിനുശേഷം ആയുർവേദമൊന്നും അലോപ്പതിയൊന്നൊക്കെ കേൾക്കുന്നതന്നെ അവന് അലർജിയായിരുന്നു. അങ്ങനെയുള്ളവൻ മഹാലക്ഷ്മിയുടെ പ്രേരണ കൊണ്ട് തോമസ് വൈദ്യന്റെ വീട്ടിൽ പോയത് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ അവൻ ചികിത്സ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ മാറ്റം ഉണ്ടാവണോങ്ങളെ. അങ്ങനെ മാറ്റം ഉണ്ടെന്നുണ്ടെങ്കിലേ അവൻ അത് എല്ലാരെയും കാണിക്കത്തില്ലേ? അല്ലെങ്കിൽ ലക്ഷ്മി അത് പറഞ്ഞു നടക്കത്തില്ലേ? അവളുടെ ഭർത്താവിന്റെ കാലിന്റെ ചലനശേഷി തിരിച്ചു കിട്ടുന്നത് അവക്ക് സന്തോഷവും അഭിമാനവും ഒക്കെ അല്ലടാ. അതിലുപരി സത്യം പറയുന്നത് അപകടമാണെന്ന് കണ്ണനും മഹാലക്ഷ്മിക്കും തോന്നിയാല് അവര് സത്യം പുറത്തു പറയണമെന്നില്ല. ഇനിയിപ്പോ അതേ പറ്റിയൊന്നും നമ്മൾ ചിന്തിക്കണ്ടങ്ങളെ. ഈ പകിടകളി ഇവിടെ തീരണം. കണ്ണന്റെ ജന്മമാസത്തിൽ തന്നെ. എന്റെ മോക്ക് കുഞ്ഞിനെ നഷ്ടപ്പെട്ടതിന് ശേഷം ഒരു ദിവസം പോലും അവളെ ഒന്ന് സന്തോഷിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ലടാ മേഘ. മഹാലക്ഷ്മിയുടെ കണ്ണിൽ നിന്നും കണ്ണീരിങ്ങനെ പ്രവഹിക്കുന്ന കാണാൻ വേണ്ടിട്ടാ എന്റെ കുഞ്ഞ് കാത്തിരിക്കുന്നത്. അത് കരുണ മാത്രമല്ല, നമ്മളെല്ലാവരും അതിനുവേണ്ടിയല്ല ഞങ്ങളെ കാത്തിരിക്കുന്നത്. നിനക്കറിയാലോ, ആ ഒരു കാര്യം നടന്നു കിട്ടാൻ വേണ്ടി ഇഷ്ടം പോലെ പണം ഒഴുക്കുന്നുണ്ട് ഞാൻ. എന്നാലും കുഴപ്പമില്ല, നീ പറയുന്നത് പോലെ നടന്നാ കണ്ണനോടൊപ്പം മല ചവിട്ടുന്ന ആ 3 പിള്ളേർക്കും നീ കൊടുക്കാനുള്ള ബാക്കി തുക ഞാൻ കൊടുക്കും. അവര് കൃത്യം നടത്തിയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ. അതെ, അങ്കിളിനേക്കാളും അങ്കിളിന്റെ അമ്മയെക്കാളും നഷ്ടം എനിക്കുണ്ടായിട്ടുണ്ട്. കണ്ണന്റെ ജീവിതത്തിലേക്ക് മഹാലക്ഷ്മി വന്നതിന് ശേഷം എന്റെ കുടുംബജീവിതം പോലും ഇല്ലാണ്ടായി. നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു പിടിക്കാനുള്ള യാത്രയല്ല ഞാനിപ്പോ. കണ്ണനും മാർക്കോയും ഇല്ലാതായ പിന്നെ നമ്മൾ കരുത്തരാണെങ്കിലേ അതിനുശേഷം നമ്മൾ വിചാരിക്കുന്ന പോലെ നടക്കും. അങ്ങനെ നമ്മളും മാലയിടും മല ചവിട്ടാൻ ഈ മകരമാസത്തില്. എന്താങ്ങൾ അങ്ങനല്ലേ? എന്താ സംശയം? ഈ മകരത്തിൽ നിന്നല്ല, ഇനിയുള്ള എല്ലാ മകരത്തിലും മല ചവിട്ടും. പക്ഷേ എന്റെ മോളുടെ കണ്ണീര് തോരണം. നമ്മളെല്ലാരും ആഗ്രഹിക്കുന്നത് പോലെ ഇനി കണ്ണീരിലായിരിക്കണം മഹാലക്ഷ്മിയുടെ ജീവിതം. അങ്കിൾ എണ്ണിക്കോ, അതിലേക്കുള്ള ദൂരം കുറഞ്ഞു കുറഞ്ഞു വരിക. പിന്നെ നമുക്കൊരു സംശയമുണ്ടല്ലോ, കണ്ണൻ നടക്കുന്നുണ്ടോന്ന്. അങ്ങനെ അവൻ നടക്കുന്നുണ്ടെങ്കിൽ അങ്കിളെ, മലയ്ക്ക് പോകുന്ന അവനെ പിന്തുടരുന്നവര് നമ്മളോട് പറയും, നടന്നു തുടങ്ങിയ കണ്ണനെയാണ് കൊക്കയിലേക്ക് തള്ളിയിട്ടെന്ന്.